Fight for my attention, for your ascension, you must prove. 'Cause if you can find. നമ്മളിപ്പോൾ ഈ പോകുന്നത് കാലിക്കറ്റിലേക്കാണ്. റോപ്പ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നോർത്തേൺ അയർലൻഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ് കാലിക്കറ്റ് എന്ന് ഞാൻ പറയും. ഇത്രയും നാൾ നമ്മൾ പോയതിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ സീ നമ്മൾ കണ്ടത് കാലിക്കറ്റിൽ പോയപ്പോഴായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും വലിയൊരു ലാൻഡ്സ്കേപ്പും നല്ല രസമാണ് ഇവിടെ സമ്മറിൽ പോയിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ 2 തവണ ഇവിടെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ സമ്മറിൽ പോയതാണ്. വിൻ്ററിൽ പോയ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വിൻ്ററിൽ പോയ വീഡിയോയിൽ ഇത്രയും ഭംഗിയില്ല കാണാനായിട്ട്. കാരണം കുറേ കൂടി ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ദിദിമേരയും വന്നപ്പം നമ്മൾ കാലിക്കറ്റിൽ പോയതാണ്. ഇത്തവണത്തെ സമ്മർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മഴ തന്നെയാണ്. ഇത്രയും വെയിലൊന്നും നമുക്ക് എവിടെയും കാണാനൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടത് ഇപ്പോൾ ഈ ഒരു സമ്മറിൽ നിങ്ങൾക്ക് വെയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ടൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടെ ഇപ്പം എന്തിനാണ് ഇവരിങ്ങനെ റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 ഐലൻഡ്സ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ടാണ് പണ്ടത്തെ ഫിഷർമാൻസ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. 300 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇവിടെ ഈ ഒരു പ്ലേസിലൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് സ്കോട്ട്ലൻഡ് കാണാം എന്നൊക്കെയാണ് പറയണേ. Fight for my attention, for your ascension, you must prove. 'Cause if you can find it. നമുക്ക് ഈ റോപ്പ് ബ്രിഡ്ജിൽ കയറാനായിട്ട് നമ്മൾ സീസണിലാണ് പോണേന്നുണ്ടെങ്കിൽ 15 pounds ആണ് പെർ ഹെഡ് വരുന്നത്. അതല്ല നമ്മളിപ്പം വിൻ്ററിലാണ് പോകണമെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക സമയവും വിൻ്ററിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ചില ഡേയ്സിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ചിലപ്പോൾ ഒരു 13 pounds 14 നിങ്ങൾക്ക് വിൻ്ററിൽ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 20 മീറ്ററൊക്കെ ലെങ്ത്തിൽ വരുന്നതാണ് ഈ ഒരു റോപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മളതേ കൂടി പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമ്മൾ സമ്മറിൽ പോയപ്പോൾ അവിടെ കയറിയില്ലായിരുന്നു എങ്കിലും നമ്മൾ വിൻ്ററിൽ പോയപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ കാലിക്കറ്റിൽ പോകുമ്പം ഈ ഒരു കോസ്റ്റൽ വാക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ജസ്റ്റ് ആ ഒരു 20 മീറ്റേഴ്സ് മാത്രമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ കൂടി നമ്മൾ നടക്കുമ്പോഴാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ടോഹട്ടിലേക്കാണ്. നോർത്തേൺ അയർലൻഡും സ്കോട്ട്ലൻഡും ആയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റാണ് ടോഹട്ട് ബാലി കാസലിലുള്ളത്. ഇവിടുന്ന് ജസ്റ്റ് 12 മൈൽ മാത്രമാണ് നമുക്ക് സീ ത്രൂ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിലേക്ക് നമുക്ക് എടുക്കുന്ന ദൂരം. അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ടോഹട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും വൈഡ് ആയിട്ടുള്ള പ്ലേസിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ടോഹട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് നമുക്കൊരു നിയർലി ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കത് വലിഞ്ഞ് നമ്മൾ ഈ ഒരു മല പോലത്തെ ഈ ഒരു ഏരിയ നമ്മൾ കയറാനുണ്ട്. പക്ഷേ അത്രയും ഒരു ടൈം എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ ബോത്താണ്. കാരണം പണ്ടത്തെ ഫിഷർമാൻസ് അവരുടെ ടോൾസും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്തിരുന്ന ഒരു പ്ലേസാണിത്. ചെറിയൊരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അന്നത്തെ രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 300-250 ഇയേഴ്സ് മുമ്പ് ഈ ഒരു സ്ഥലത്താണ് അവർ സാൽമൺ ഫിഷസ് പിടിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫിഷസ് ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. പിന്നെ ഗ്രാജുവലി അത് കുറഞ്ഞു. Fight for my attention, for your ascension, you must prove. 'Cause if you can find it, you don't confine it, you let it move. Make way for the genie, scream for the dream, may come. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോർത്തേൺ അയർലൻഡിലെ 2 പ്ലേസസ് എക്സ്പ്ലോർ ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. കുറച്ച് പേർക്കെങ്കിലും സമ്മറിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.